ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു റൗണ്ട് സ്മോക്കിംഗ് കുഷൻ കവറാണ് ഇന്ന് ചെയ്യുന്നത്. ഇപ്പം നമുക്കതിൻ്റെ അളവ് നോക്കാം. ഇപ്പോൾ സാറ്റൻ ക്ലോത്തിലാണ് ഞാൻ ചെയ്യുന്നത്. വീതി 15 ഇഞ്ചാണ്, നീളം 37 ഇഞ്ച്. 1 ഇഞ്ചിൻ്റെ സ്ക്വയർ ബോക്സാണ് ഇത്. 13 ഇഞ്ച് ഓർ 14 ഇഞ്ച് രണ്ടിനും ഇത് കറക്റ്റായിരിക്കും. 13 ഇഞ്ചും 14 ഇഞ്ചിനും ഇത് കറക്റ്റ് തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ 4 ഇഞ്ച് വിടുക. ശേഷം 1 ഇഞ്ചിൻ്റെ ഓരോ ബോക്സ് കൊടുക്കുക. ശേഷം നമ്മൾ 3 ഇഞ്ച് വീണ്ടും വിടുക. ശേഷം 1 ഇഞ്ചിൻ്റെ 2 ലൈൻ ബോക്സ് കൊടുക്കുക. വീണ്ടും 4 ഇഞ്ച് വിടുക. 2 സൈഡിലും 4 ഇഞ്ച്, സെൻറ്ററിൽ 3 ഇഞ്ചാണ്. മുകളിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് വീതം 2 സൈഡിലും വിടും. നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമ്മൾ 1 ഇഞ്ചിൻ്റെ ബോക്സ് വരച്ചിട്ട് ഈ ലൈൻ എങ്ങനെയാണ് കോർണർ ടു കോർണർ ഒന്നിട വിട്ട് ലൈൻ വരയ്ക്കുക. എന്നിട്ട് സെക്കൻഡ് കോളം വരുമ്പോൾ വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കോർണർ ടു കോർണർ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 സൈഡിലും ഒരേപോലെ തന്നെ ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലേ നമ്മൾക്ക് ഈ ഡിസൈൻ കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഓരോ ലൈനും മുകളിൽ നിന്ന് താഴെ വരെ വരച്ചതിന് ശേഷം നെക്സ്റ്റ് കോളം വരച്ചാൽ മതി. ശേഷം സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾക്ക് താഴ്ന്നാണ്. ഇപ്പം 2 ലൈൻ കോളം ഉള്ളതിൽ താഴത്തെ ആ കോർണർ ടു കോർണർ മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് മുകളിൽ വരെ പോകേണ്ടുന്നത്. നെക്സ്റ്റ് അതും അതുപോലെ തന്നെ നമ്മൾക്ക് താഴ്ന്ന് സ്റ്റാർട്ട് ചെയ്യണം. ശേഷം അടുത്ത ബോക്സിൽ പോകുന്നത് വരെ നൂല് ലൂസായിട്ട് വിട്ട് കൊടുക്കണം. ഇപ്പോൾ 13 ഇഞ്ച് അല്ലെങ്കിൽ 14 ഇഞ്ച് കുഷൻ കവർ ഇത് കറക്റ്റായിരിക്കും. 14 ഇഞ്ച് കുഷനും ഇത് കറക്റ്റാവും. കാരണം നമ്മൾ ഉള്ളിൽ ഫൈബറിൻ്റെ കോട്ടൺ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ 15 ഇഞ്ചാണ് ഇതിൻ്റെ വെഡ്ത്ത്. വീതി 15 ഇഞ്ച്. ലെങ്ത് 37 ഇഞ്ചാണ് ലെങ്ത്. ശേഷം അവിടെ 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് 2 സൈഡിലും കൊടുക്കും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ശേഷം നമ്മൾ 4 ഇഞ്ച്, ഇപ്പോൾ 4 ഇഞ്ചാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾക്ക് വിടേണ്ടുന്നത്. ശേഷം 1 ഇഞ്ചിൻ്റെ 2 ലൈൻ ബോക്സ്, 1 ഇഞ്ചിൻ്റെ ബോക്സാണ്. വീണ്ടും നമ്മൾ ആ മിഡിൽ പോർഷനിൽ 3 ഇഞ്ചാണ്, 3 ഇഞ്ച് വിടുക. വീണ്ടും 1 ഇഞ്ചിൻ്റെ 2 ലൈൻ ബോക്സ്. വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വിട്ടതുപോലെ തന്നെ 4 ഇഞ്ച് വീണ്ടും വിടുക. 4 ഇഞ്ച് വിടുക. ഇപ്പോൾ 4 സൈഡും ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള മെഷർമെൻറ്റാണിത്. അപ്പോൾ ഇത് ഈ പെൻസിൽ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾക്ക് ടൈലറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആ ചോക്കായാലും മതി. ശേഷം നമ്മൾ ഇതുപോലെ തന്നെ 1 ഇഞ്ച് ടേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് അത് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. ശേഷം 2 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 2 സൈഡിലെയും നമ്മൾക്ക് ഒരുപോലെ തന്നെ വരച്ച് കൊടുക്കണം. 2 ഭാഗത്തെയും കറക്റ്റായിട്ട് തന്നെ വരണം. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വരച്ചാൽ മതി. നാല് ഇഞ്ച് വിട്ടു. പിന്നെ 1 ഇഞ്ചിൻ്റെ ബോക്സ്, ശേഷം 3 ഇഞ്ച്, പിന്നെ വീണ്ടും 1 ഇഞ്ചിൻ്റെ ബോക്സ്, വീണ്ടും 4 ഇഞ്ച് വിടുക. ഇനി നമ്മൾക്കതിന് കോർണർ ടു കോർണർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാർക്ക് ചെയ്തതിന് ശ്രദ്ധിക്കണം തെറ്റാതെ. ഒന്നിട വിട്ട് ഓരോ ലൈനും ഫസ്റ്റ് വരച്ച് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്താൽ മതിയാകും. ഇപ്പോൾ പെൻസിൽ വെച്ച് തെറ്റാതെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ചോക്ക് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഞാൻ മാർക്ക് ചെയ്ത്
കഴിഞ്ഞു. കോർണർ ടു കോർണർ ഒന്നിടവിട്ട്. ഇനി അടുത്ത ലൈന്, നെക്സ്റ്റ് ലൈന് നമ്മൾക്കിതുപോലെ തന്നെ ഇത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വീണ്ടും നമ്മൾ വരയ്ക്കുന്നത്. നെക്സ്റ്റ് ലൈന് അത് ഫസ്റ്റ് ബോക്സ് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ബോക്സാണ്, തേർഡ് സ്കിപ്പ് ചെയ്യുക. അങ്ങനെ ഒന്നിടവിട്ട് ഉള്ള ബോക്സിൽ ലൈൻ കൊടുത്താൽ മതിയാകും. എല്ലാം ഒന്നിടവിട്ട് വരച്ച് കംപ്ലീറ്റ് ആക്കുക. വീണ്ടും നെക്സ്റ്റ് നമ്മൾ ലെഫ്റ്റ് ചെയ്തതുപോലെ തന്നെയാണ് അവിടെയും ഒന്നിടവിട്ട്. ഇപ്പോൾ ഫസ്റ്റ് ലൈനിൽ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ വരയ്ക്കുന്നു, അത് ഒന്നിടവിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വരച്ചാൽ മതിയാകും, ഇല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പെൻസിൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് അങ്ങനെ തന്നെ കിടക്കും, സ്റ്റിച്ച് ചെയ്യാൻ സൗകര്യമായിരിക്കും. ഇപ്പോൾ ഈ ത്രെഡ് ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നോർമൽ ത്രെഡ് ഇപ്പോൾ 2 സ്റ്റാൻഡ് 3 സ്റ്റാൻഡ്സ് ഒക്കെ ഇട്ടാൽ മതിയാകും. ഇനി നമ്മൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തേ കോർണർ ടു കോർണർ മാർക്ക് ചെയ്തേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അവിടെയാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടുന്നത്. ഫസ്റ്റ് കോളം അപ്പോൾ ആ മാർക്കുള്ള ആ ഭാഗത്തു നിന്നാണ് നമ്മൾക്ക് കോർണർ ടു കോർണർ രണ്ടും കൂടി യോജിപ്പിച്ച് ഒരു കെട്ട് കൊടുത്തതിന് ശേഷം രണ്ടും കൂടി ചേർത്ത് നോട്ടിടുക. അപ്പോൾ അത് ഫോൾഡായിട്ട് വരും. അങ്ങനെ ആ രണ്ട് മടക്ക് വശവും കൂടി ചേർത്ത് ചെറുതായിട്ട് രണ്ടും കൂടി ചേർത്ത് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടാൽ മതിയാകും. ഇനി അടുത്തത് നെക്സ്റ്റ് ബോക്സിൽ പോകുമ്പോൾ അത്രയും ഭാഗത്ത് ത്രെഡ് ലൂസായിട്ട് വിട്ടേക്കണം, ഇല്ലെങ്കിൽ നമ്മൾക്ക് മറ്റേത് സെക്കൻഡ് ബോക്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് വലിഞ്ഞ് നമുക്ക് ഡിസൈൻ കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ അത്രയും എക്സ്ട്രാ നൂല് വിട്ടേക്കണം. എന്നിട്ട് അവിടെ ഒരു നോട്ട് കൊടുക്കുക. വീണ്ടും അവിടുന്ന് തന്നെ സൂചി കുത്തി നെക്സ്റ്റ് കോർണറിൽ കൊണ്ടുവന്ന് രണ്ട് ഫോൾഡിങ് വശവും കൂടി ചേർത്ത് വീണ്ടും അതുപോലെ തന്നെ കെട്ടിട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ബോക്സ് അതുപോലെ തന്നെ അത്രയും നൂല് എക്സ്ട്രാ ഇട്ടതിന് ശേഷം ഒരു നോട്ട് കൊടുക്കുക. ശേഷം അവിടുന്ന് തന്നെ സൂചി കുത്തി നെക്സ്റ്റ് കോർണറിൽ പോയി രണ്ട് ഫോൾഡിങ് വശവും കൂടി ചേർത്ത് കെട്ടിടുക. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇപ്പോൾ രണ്ട് ലൈൻ നമുക്ക് ഒരേ പ്രാവശ്യമാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ജോയിൻ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ലൈനും ഒന്നായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്, സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പം അതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾക്ക് നെക്സ്റ്റ് ലൈൻ ഇതുപോലെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മുകളിൽ വരെ ഫിനിഷ് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടുന്ന് തന്നെ താഴ്ന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അവിടം വരെയും സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഫുള്ള് ഞാൻ ഫസ്റ്റ് ലൈൻ മുകളിൽ വരെ കെട്ടിട്ട് കഴിഞ്ഞു. ശേഷം സെക്കൻഡ് ലൈനും നമ്മൾ ഇതുപോലെ തന്നെ നോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്തു. ഇത് ഇനി നമുക്ക് ആ രണ്ട് സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ഞാനത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മൾക്ക് ഇതേപോലെ ഈ പ്ലീറ്റായിട്ട് കിടക്കുന്ന ആ ഭാഗം ചെറുതായിട്ടൊന്ന് അതിൽ സ്ട്രെയിറ്റ് പിടിച്ചതിന് ശേഷം ഇപ്പം ഞാൻ ഈ കട്ടിയുള്ള ടോയ് നൂൽ ടൈപ്പ് ത്രെഡാണ് ഉപയോഗിക്കുന്നത്. നല്ല കട്ടിയാണ്, നമുക്ക് ടൈറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഫോൾഡായിട്ട് വരും. അത് കുറേശ്ശെ കുത്തിയെടുത്തിട്ട്
നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന അരുവശത്തൂടെ ഓരോന്നും എടുത്ത് അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടുന്നത്. അങ്ങനെ രണ്ട് സൈഡും ഇതുപോലെ തന്നെ ചെയ്യുക, ടൈറ്റ് ചെയ്യാതെ തന്നെ. ഇപ്പോൾ ഈ സൈഡ് ലൂസായിട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ചെയ്യാൻ ഒക്കൂ. അതുകൊണ്ട് പരമാവധി നമ്മൾ ലൂസായിട്ട് തന്നെ അത്രയും ഫ്രീ ആയിട്ട് വിടുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗവും കൂടി അതുപോലെ ചെയ്യാം. അടുത്ത സൈഡ് അതും ഇതുപോലെ തന്നെ പിടിച്ച് അതുപോലെ തന്നെ നൂല് ഓടിക്കുക. ശേഷം രണ്ട് ഭാഗവും നൂലോടിച്ചതിന് ശേഷം ഒരു ഭാഗത്തെ നൂല് വലിച്ച് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് നോർമൽ ഒരു കെട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാക്കിയാൽ മതിയാകും. നമുക്ക് നെക്സ്റ്റ് വാഷ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈസി ആയിരിക്കും എടുക്കാൻ. അപ്പം അതിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് കുഷൻ വെച്ചതിന് ശേഷം ഇത് 13 ഇഞ്ച് കുഷനാണ്. 14 ഇഞ്ച് കുഷനും ഈ കവർ കറക്റ്റായിരിക്കും. ശേഷം നമ്മൾ അടുത്ത ഭാഗവും കൂടി ഇതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിടുക. അപ്പം നൂല് ഉള്ളിലാക്കി കൊടുക്കണം. ഇനി നമ്മൾക്ക് ആ സെൻറ്ററിൽ വയ്ക്കുന്ന ബട്ടണ് ഞാൻ തന്നെ ചെയ്തതാണ്. ഇപ്പോൾ ഇതേ അളവിൽ ഒരു ബോട്ടിലിൻ്റെ അടപ്പാൻ പ്ലാസ്റ്റിക്, അപ്പോൾ അത് വെച്ചാണ് ഞാൻ റൗണ്ട് വരയ്ക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ചെറിയതും കൂടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ കട്ടിയുള്ള സാധനങ്ങളൊക്കെ വരുന്ന പാക്കറ്റിൻ്റെയാണ്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവ് ചെറുത് ഒരു 1.25 ഇഞ്ചുണ്ട്. മറ്റേത് 2 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ആ വലിയ പീസ് ആ വലിയ റൗണ്ട് വെച്ചൊന്ന് മാർക്ക് ചെയ്യുക. ശേഷം അത് കട്ട് ചെയ്യുക. ഇതിപ്പോൾ കട്ട് ചെയ്ത് ഞാൻ കുറച്ച് വരച്ചതിനും കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്, ഒരു 1/2 ഇഞ്ചോളം എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വരച്ച ഭാഗത്തുകൂടെ നമുക്ക് നൂല് ഓടിക്കാം. ഇല്ലെങ്കിൽ അരികിൽ കൂടെയാണെങ്കിൽ നൂല് വിട്ടു പോകും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നൂല് ഓടിച്ച് പോവുക. നമ്മൾ ആ റൗണ്ട് വരച്ച ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇത് ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കുറച്ചൊന്ന് ടൈറ്റ് ചെയ്യുക. ശേഷം നമുക്ക് കുറച്ച് ഒരു ഫൈബറിൻ്റെ കോട്ടനാണിത്, ഏത് കോട്ടൺ വെച്ചാലും മതി. അപ്പോൾ അത് വെച്ചതിന് ശേഷം നമ്മൾ ആ ചെറിയത് നമ്മൾ 1.25 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് കട്ട് ചെയ്തിരുന്നു. അത് ആ കോട്ടൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഇത് നൂല് ഈ ത്രെഡ് പിടിച്ച് ടൈറ്റ് ചെയ്യുക. രണ്ട് നൂലും പിടിച്ച് ടൈറ്റ് ചെയ്ത് കെട്ട് കൊടുക്കുക. കെട്ടിയതിന് ശേഷം ബാലൻസ് കട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് നല്ല ബട്ടണ് റെഡിയായി കഴിഞ്ഞു. നല്ലതുപോലെ 2-3 കെട്ട് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ 2 എണ്ണമാണ് നമ്മൾക്ക് ആവശ്യം. ഇപ്പോൾ ആ വലിയ റൗണ്ടാണ് നമ്മൾക്ക് ആ സാറ്റൻ ക്ലോത്തിൽ ചെയ്തിരിക്കുന്നത്. ചെറുത് നമ്മളതിൻ്റെ ഉള്ളിലാണ്, കോട്ടൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്. ഇനി നമ്മൾക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതും അതുപോലെ ഒരു നോർമൽ കെട്ട് കൊടുത്തതിന് ശേഷം അത് അതിൻ്റെ ഉള്ളിലാക്കി വയ്ക്കുക. ശേഷം നമ്മൾക്ക് ആ പ്ലേറ്റിൽ നല്ലതുപോലെ അത് കറക്റ്റിനൊന്ന് പിടിച്ച്
കൊടുക്കാം, ബട്ടൺ വയ്ക്കുന്നതിന് മുന്നേ തന്നെ. ശേഷം നൂലിൽ ഒരു കെട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ തന്നെ സൂചി കുത്തിയതിന് ശേഷം ഈ നീളമുള്ള സൂചിയാണിത്. നീളമുള്ള സൂചി കൊണ്ടേ പറ്റും നമ്മൾക്ക്, എന്നുവെച്ചാൽ 2 സൈഡും കൂടി കുത്തിയെടുക്കാനാണ്. ശേഷം നമ്മളിത് സൂചി ഊരിയിട്ട് നമ്മൾ രണ്ടും കൂടി ചേർത്ത് ഇപ്പോൾ 2 കൂടി ഒന്നാക്കി കട്ടിക്ക് എടുക്കുകയാണ്. അപ്പോൾ ആ 2 കൂടി നമ്മൾ ഒന്നാക്കി കഴിഞ്ഞു. ഇപ്പോൾ 2 ലെയറായിട്ടാണ് നൂലുള്ളത് നമുക്ക്. ശേഷം ബട്ടൺ സെൻറ്ററിലാണുള്ളത്. ശേഷം ബട്ടണിൽ നമ്മൾക്ക് ആ സൂചി കുത്തിയെടുത്തൂടെ തന്നെ നെക്സ്റ്റ് സൈഡിലൂടെ സൂചി എടുക്കണം. നമ്മൾക്ക് കയ്യിൽ സൂചി കൊള്ളാതെ തന്നെ എടുക്കണം. ഇപ്പോൾ നമ്മൾക്ക് നല്ല ഷേപ്പിന് ഇരിക്കും. ഇപ്പോൾ സൂചി എടുത്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അത് അടുത്ത സൈഡ് വന്ന് ഇപ്പം നമ്മളത് ഇപ്പം അത് 2 മടക്കാണ്. മറ്റേത് നമ്മൾ ആദ്യം കെട്ടി വെച്ചിരുന്നത് നമുക്കതിൻ്റെ ഉള്ളിലാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തതിൻ്റെ അത് 2ആയിട്ട് എടുക്കുക. നൂലിൻ്റെ ആ ഒരെണ്ണം എടുത്ത് നമ്മൾ സൂചിയിലാക്കിയതിന് ശേഷം അടുത്ത ബട്ടൺ ഇതുപോലെ എടുക്കുക. എടുത്തതിന് ശേഷം ഇനി നമ്മൾക്ക് സൂചി മാറ്റിയിട്ട് നമ്മൾക്കിത് ടൈറ്റ് ചെയ്ത് നമ്മൾക്ക് എത്രത്തോളം ഇത് വേണമോ അതനുസരിച്ച് നമുക്ക് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഡൗണിൽ പോകാതെ തന്നെ ഇത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടൈറ്റ് ചെയ്ത് 2-3 റൗണ്ട് ഒന്ന് നൂല് ചുറ്റി ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾക്കത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലാക്കി കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഇതധികം തുണിയൊന്നും വേണ്ട, നമുക്ക് വീട്ടിൽ ഇത് വാങ്ങാനാണെങ്കിൽ നല്ല വിലയായിരിക്കും. ഇപ്പം നമ്മൾക്ക് വീട്ടിൽ സാറ്റൻ ക്ലോത്ത് ഇല്ലെങ്കിൽ തന്നെയും ഇതുപോലെ ഒക്കെയുള്ള ഒരു കളറ് പ്ലെയിൻ തുണികളിലെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ബോക്സൊക്കെ വരയ്ക്കുന്ന ഒരു താമസമേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിക്കിരിക്കുന്നുണ്ട് ഇപ്പോൾ കുഷന്. ഇല്ലെങ്കിൽ സാരിയുടെയൊക്കെ ഇതേപോലുള്ള കുറച്ച് ഗ്ലേസിങ് ആയിട്ടുള്ള തുണികൾ കൊണ്ടൊക്കെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ 2-3 കെട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് സ്ക്വയർ കുഷനിൽ നമുക്കിതുപോലെ തന്നെ ചെയ്യാം. ഇതേ ഡിസൈന് ഇപ്പം നല്ല ഭംഗിക്കുണ്ട്. ഇത് 11 ഇഞ്ചിൻ്റെ കുഷനാണിത്. ഇത് ഞാൻ അല്ലാതാണ് ബട്ടൺ വെച്ചിരിക്കുന്നത്. ഒരു സ്ക്വയർ പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കുറച്ച് കോട്ടൺ വെച്ചിട്ട് നല്ല കെട്ടി എടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾക്ക് മറ്റേത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം. പക്ഷെ മറ്റേതായിരിക്കും കുറച്ചുകൂടി ഭംഗി. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.